സിഎംആർഎൽ സാമ്പത്തിക ഇടപാട് കേസിൽ നടപടികൾ വേഗത്തിലാക്കി ഇഡി. ഈ ആഴ്ച വീണ ടി ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയേക്കും. കേസിൽ ആസ്തി വകകളുടെ വിവരശേഖരണവും പൂർത്തിയായി. വീണ ടിയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നു. ആന്റണി, എന്തായാലും വീണയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യുമെന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. സാമ്പത്തിക ഇടപാട് കേസിൽ നടപടികളൊക്കെ വേഗത്തിലാക്കുകയാണ് ഇഡി. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരുന്നത്. അതായത് ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഈ ശശിധരൻ കർത്തയുടെ സിഎംആർഎൽ എം ഡി ശശിധരൻ കർത്തയുടെ നിർണായകമായ മൊഴി ഉണ്ടായിരുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പണം എക്സാലോജിക്കിന്, അതായത് വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് നൽകിയത് പിണറായി വിജയനുമായുള്ള ഒരു അടുപ്പത്തിന്റെ പുറത്താണ്. അതിനപ്പുറത്തേക്ക് സേവനങ്ങൾ നൽകിയതിനല്ല എന്നുള്ളതായിരുന്നു ശശിധരൻ കർത്തയുടെ മൊഴി. 2024 ഇത് സംബന്ധിച്ച മൊഴി ഇ ഡി രേഖപ്പെടുത്തിയത്. പിന്നീട് ശശിധരൻ കർത്തയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇഡിക്ക് സാധിച്ചിരുന്നില്ല. ഈ മൊഴിയെ വീണ ടിയും അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. സിഎംആർഎല്ലിന് യാതൊരു സേവനവും എക്സാലോജിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വീണ ടി ഇഡിയോട് സമ്മതിച്ചത്. ഇക്കാര്യവും റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൻ്റെ ഭാഗമായാണ് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് ഇ ഡി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ഇവരുടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്ക് ഇ ഡി ഉടൻ തന്നെ കടക്കും. ഈ ആഴ്ച തന്നെ ആ കണ്ടുകെട്ടൽ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇവരുടെയൊക്കെ പണം ഇ ഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. 12 പ്രതികളുടെയും അവരുടെ സ്ഥാപനങ്ങളുമായി 29 കോടി രൂപ ഇതിനോടകം തന്നെ 29 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഓരോരുത്തരുടെയും ഇത്ര കോടി രൂപ വീതമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ആ നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാകും. ഇക്കാര്യത്തിൽ ഈ ബോർഡിന് മുമ്പിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ വീണ ടി അടക്കമുള്ള പ്രതികൾക്കും അവസരമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം പിണറായി വിജയനിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇതിലൂടെ കൂടി തെളിയുകയും ചെയ്യുകയാണ്. നേരത്തെ ഇത്തരത്തിൽ ഈ എക്സാലോജിക്കും അതുപോലെ തന്നെ സിഎംആർഎല്ലും തമ്മിലുള്ള 2 കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് എന്നത് മാത്രമായിരുന്നു CPM-ന്റെ അടക്കം വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ കർത്തയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ നിർണായകമായ മൊഴിയാണ്. പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് എക്സാലോജിക്കിന് പണം നൽകി എന്നുള്ളതാണ് ശശിധരൻ കർത്ത പറയുന്നൊരു കാര്യം. എക്സാലോജിക്ക് നിലനിന്നിരുന്നത് ഈ ശശിധരൻ കർത്തയുടെ പണത്തിന്റെ മുകളിലാണ് എന്നുള്ള കാര്യവും ഇഡിയുടെ റിപ്പോർട്ടിലുണ്ട്. ഇത്തരത്തിൽ 2.78 കോടി രൂപയാണ് എക്സാലോജിക്കിന് സിഎംആർഎൽ നൽകിയിട്ടുള്ളത്. അത് ചെയ്യാത്ത സേവനത്തിനാണ് എന്നുള്ളതാണ് ഇഡിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അപ്പോൾ ഈ ശശിധരൻ കർത്തയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനിലേക്കുള്ള അന്വേഷണവും ഉടൻ തന്നെ ഉണ്ടാകും. പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതും ഇഡിയുടെ ആലോചനയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതും വൈകാതെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും ഇഡി ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും സിഎംആർഎൽ സാമ്പത്തിക ഇടപാട് കേസിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡി. എന്തായാലും ഈ ആഴ്ച വീണ ടി ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടിയേക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വീണ ടിയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്തേക്കുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജസ്റ്റോർ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ അന്വേഷണം ശക്തമാക്കി കണ്ണൂർ റൂറൽ സൈബർ പോലീസ്. വാർത്തയുടെ തെളിവുകൾ ശേഖരിക്കാനായി മെറ്റയ്ക്ക് കത്ത് നൽകും. കേസെടുത്ത മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രവർത്തകരെയും ചോദ്യം ചെയ്യും. ഇന്നലെയാണ് വ്യാജ വാർത്തയിൽ പോലീസ് കേസെടുത്തത്. ജനം TV, ജന്മഭൂമി, കർമ്മ ന്യൂസ്, ഭാരത് ലൈവ്, സുദിനം എന്നീ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഫോൺ, സോഷ്യൽ മീഡിയ വഴി വ്യക്തികൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വഞ്ചന നടത്തുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കുന്നംകുളം മുൻ MLA ആയിരുന്ന PK കൃഷ്ണന്റെ ഭാര്യ എന്ന പേരിൽ ശ്രീമതി ഫാമിലി പെൻഷൻ വാങ്ങിയെന്നായിരുന്നു വ്യാജ വാർത്ത. മുഖ്യമന്ത്രിക്കാണ് PK ശ്രീമതി പരാതി നൽകിയിരുന്നത്. പരാതിയിൽ ഉടനടി അന്വേഷണം ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ആഭ്യന്തരമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിൽ നിന്നെന്ന വ്യാജേന എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണനെ ഫോണിൽ വിളിച്ച് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഇന്ന് കോഴിക്കോട് എത്തിക്കും. ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻ കുമാർ എന്നിവരെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്.
കോഴിക്കോട് എത്തിക്കുന്ന പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമാണോ ഇവരെന്ന് പരിശോധിക്കുന്നുണ്ട്. MLA വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഡൽഹി സ്വദേശിയായ മറ്റൊരാളുടെ നഷ്ടപ്പെട്ട ഫോണിൽ നിന്നാണ് ഇവർ വിദ്യയും മറ്റ് നേതാക്കളെയും വിളിച്ചത്. നിതിൻകുമാറും ഗൗരവും ചേർന്നാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി രാജ്കുമാർ എന്ന പേരിൽ MP മാരെയും MLA മാരെയും വിളിച്ചത് ഗൗരവാണ്.